വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബികോം BBA 5th സെമിസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഇത്. സബ്ജക്റ്റ് ബിസിനസ് റിസർച്ച് മെത്തേഡ്. മോഡ്യൂൾ 2 റിസർച്ച് ഡിസൈൻ. മോഡ്യൂൾ 2-ലെ ഒരു ടോപ്പിക് ഉണ്ട്, സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയും. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ വീഡിയോസ് യൂസ്ഫുള്ളായ ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ. The following are the important steps or components of research plan. They are not mutually exclusive but interdependent in nature. Stages of research design. റിസർച്ച് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, ഏതൊക്കെ പ്രോസസ്സ് നമ്മൾ ചെയ്യാറുണ്ട്. ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളത് മുൻകൂട്ടിയിട്ട് ഫുൾ പ്ലാനിങ് ചെയ്യൂല, ഒരു ബ്ലൂ പ്രിൻറ്റ് റെഡിയാക്കി വെക്കും. അതിന് നമുക്ക് റിസർച്ച് ഡിസൈൻ പറയും. അങ്ങനെ ഒരു ബ്ലൂ പ്രിൻറ്റ് റെഡിയാക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതിലൂടെയൊക്കെയാണ് നമ്മൾ പോവുക, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന റിസർച്ച് ഡിസൈൻ റെഡിയാക്കാൻ എന്നാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം. ആദ്യത്തെ എന്താണ്? സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം. നമ്മൾ ആദ്യം തന്നെ പ്രോബ്ലം എന്താണ് എന്നുള്ളതിനെ സെലക്ഷൻ ചെയ്യണം. ഏതാണ് കറക്റ്റ്, എന്താണ് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലല്ലേ നമ്മളത് റിസർച്ച് ചെയ്യുള്ളൂ, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് പ്രോബ്ലം എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഓക്കെ, ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് റിസർച്ച് ദ റിസർച്ചർ വാണ്ട്സ് ടു ഫോർമുലേറ്റ് എ റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം മസ്റ്റ് റൈസ് ഫ്രം ദ മൈൻഡ്സ് ഓഫ് ദ റിസർച്ചർ. ഇൻ ബിസിനസ് റിസർച്ച് ദ മാനേജേഴ്സ് ഗിവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. It is the duty of the researcher to convert the business problems into an actual research problem. The formulation of the research problem is the basic and most important step in research because it is a systematic effort to gain new knowledge. ആദ്യം തന്നെ നമ്മൾ ഈ പറയുന്നത് ഒരു റിസർച്ചർ, അതായത് ആരാണോ റിസർച്ച് ചെയ്യുന്നത് അവരാണ് ആരെ പറയുന്നത്, റിസർച്ചർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവർ ഫസ്റ്റ് ചെയ്യേണ്ട കടമ എന്ന് പറയുന്നത് എന്താണ് അവിടെയുള്ള പ്രോബ്ലം എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഏതാണോ പ്രോബ്ലം അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. നമ്മളാണ് റിസർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ കറക്റ്റായിട്ട് വ്യക്തമായിട്ടും ഉണ്ടായിരിക്കണം ഇന്നതാണ് പ്രോബ്ലം. ഇപ്പോൾ സെയിൽസ് ഡൗൺ ആയാൽ അതിൻ്റെ പ്രോബ്ലം എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി, അവിടെ സെയിൽസ് കുറഞ്ഞു എന്നാണ്. അതിനെ പറ്റിയിട്ടുള്ളത് എന്തുകൊണ്ട് സെയിൽസ് കുറഞ്ഞു എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് ഫസ്റ്റ് നോക്കണം, സെയിൽസ് ആണ് കുറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഒരു ബിസിനസ് റിസർച്ചറിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ബിസിനസ് റിസർച്ചർ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു മാനേജർ വന്നിട്ട് ഇൻഫോം ചെയ്യണം ഇന്നതാണ് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തരുവാണെങ്കിൽ ആ ബിസിനസ് റിസർച്ചർ ഫസ്റ്റ് അത് ആ പ്രോബ്ലം കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അത് യഥാർത്ഥ സ്ഥിതിയിലേക്ക് കൊണ്ടുവരണം. ബിസിനസ് പ്രോബ്ലത്തിനെ നമ്മളിപ്പോൾ ഇന്നതാണ് ബിസിനസ്സിൻ്റെ അവരുടെ കമ്പനിയിൽ ഈ പറയുന്ന ഓരോ പ്രൊഡക്റ്റിൻ്റെയും സെയിൽസ് കുറഞ്ഞു വന്നാൽ അത് ശരിയായിട്ടുള്ള പ്രോബ്ലം ഏതിലേക്കാണ് പോകുന്നത്, അത് എന്തിലേക്കാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ശരിക്കും ഒരു പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യണം ആര്, ബിസിനസ് റിസർച്ചർ. പ്രോബ്ലം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായാലേ നമുക്ക് പിന്നീട് മുന്നോട്ടുള്ള പോകുന്ന റിസർച്ചിലേക്ക് യൂസ്ഫുൾ ഉള്ളൂ. പ്രോബ്ലം എന്താണ് എന്ന് മനസ്സിലാകാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേജസിലോ ഡാറ്റാസ് കളക്ട് ചെയ്യാനോ വേറെ ഒരു കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ പറയുന്ന പ്രോബ്ലത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോവുക ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായാലും പ്രോബ്ലം കറക്റ്റായിട്ട് മനസ്സിലാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് പുതിയൊരു അറിവിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു കാൽവെപ്പ് വെക്കാൻ പറ്റുകയുള്ളൂ. മനസ്സിലായോ? ആ ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും, പല ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് നമുക്ക് ഈ പ്രോബ്ലം ഇന്നതാണ് പ്രോബ്ലം എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പല സോഴ്സസുകളിലുണ്ട്. ചിലപ്പോൾ അതിൽ നമുക്ക് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവാം, ഗസ് വർക്ക് ആയിരിക്കാം, റിട്ടേൺ മെറ്റീരിയൽ ആയിരിക്കാം, പേഴ്സണൽ കോൺവെർസേഷൻ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വേറെ പല ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, കോൺവെർസേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു ഇതായിരിക്കാം പ്രോബ്ലം എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഡേ ടു ഡേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവാം, റിസർച്ച് ഫൈൻഡിങ്സ്, അങ്ങനെ പല രീതിയിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രശ്നം ഇതാണ് എന്ന് നമുക്ക് ഏകദേശം ഒരു ഫൈൻഡ് ഔട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും.
ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് തന്നെയാണ് ഫസ്റ്റ് പറയുന്നത്, ഒരു പ്രോബ്ലം എന്താണ് റിസർച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിരിക്കണം. അത് ആദ്യത്തെ കേസ്. ഓക്കെ, ഇതൊക്കെ റിസർച്ച് ഡിസൈൻ ചെയ്യേണ്ട കാര്യമാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിസർച്ച് ഡിസൈൻ അറിയാലോ. റിസർച്ച് ഡിസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പോകണം, ഏതൊക്കെ ഡാറ്റ സോഴ്സസ് എടുക്കണം, ഏതാണ് അതിൻ്റെ പ്രോബ്ലം എന്താണ് എന്നുള്ളതും, എങ്ങനെ അത് സബ്മിറ്റ് ചെയ്യണം, ഏത് മെത്തേഡിൽ ചെയ്യണം, എവിടെ നിന്ന് കളക്ട് ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ എത്ര അതിനുള്ള കാശുണ്ട്, എത്ര സമയമുണ്ട്, എത്ര എഫേർട്ട് എടുക്കണം, അങ്ങനെ പല ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മൾ ആ പറയുന്ന റിസർച്ച് ഡിസൈനിൽ റെഡിയാക്കി വെക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു റിസർച്ച് ഡിസൈൻ പ്ലാനിങ് ചെയ്യാൻ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മുൻകൂട്ടിയിട്ട് പ്ലാനിങ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ റിസർച്ച് ചെയ്യുമ്പോഴും മുൻകൂട്ടി ഒരു പ്ലാനിങ് ചെയ്ത് വെക്കും. അതാണ് ഒരു ബ്ലൂ പ്രിൻ്റ്, റിസർച്ചിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബ്ലൂ പ്രിൻ്റ് റെഡിയാക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടതാണ് പ്രോബ്ലം നമ്മൾ സെലക്ഷൻ ചെയ്യുക എന്നുള്ളത്. ക്ലിയർ? സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് റിവ്യൂ ഓഫ് ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. It is the preliminary step before attempting the plan of study. All the relevant materials connected with the selected problem are to be reviewed. It is necessary to indicate how the problem under the study is related with the existing literature. After review of the existing literature, the researcher will get an insight to the problem under study. It will enable him to formulate a correct plan for his future investigation. അതായത് നമുക്കിപ്പോൾ പ്രോബ്ലം എന്താണ് എന്ന് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തതാണ് എന്ത്, റിവ്യൂ ഓഫ് ദ എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ എന്നുള്ളത്. നമ്മൾ ഏകദേശം ഇപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയ ആ പ്രോബ്ലമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ലിറ്ററേച്ചർ വർക്കോ അല്ലെങ്കിൽ ലിറ്ററേച്ചറിന് അതായത് എഴുതി റെഡിയാക്കി വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ജേണൽസോ മാഗസീനോ റിപ്പോർട്ടോ വേറെ ഏതെങ്കിലും കാണുമായിരിക്കും. ആ റിലേറ്റഡുമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളത് നോക്കി വായിച്ച് മനസ്സിലാക്കുക. ആ വായിച്ച് മനസ്സിലാക്കി എടുക്കുമ്പോൾ നമുക്ക് ആ റിസർച്ചർക്ക് അത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു പ്രോബ്ലം ഇതാണെന്ന് മനസ്സിലായി അതിലേക്ക് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു ഉൾവെളിച്ചം എന്നൊക്കെ പറയും, ഒരു ഐഡിയ ഇല്ലേ, ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ തെളിയും. കാരണം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറേ ലിറ്ററേച്ചർ വർക്കാണ് നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ പഠനത്തെ നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ ആ പ്രോബ്ലം ഇനിയുള്ളത് അടുത്ത സ്റ്റെപ്പ് ഏതിലേക്ക് പോകണം, ഏത് ഡാറ്റാസ് കളക്ട് ചെയ്യണം, എവിടെ നിന്ന് കളക്ട് ചെയ്യണം, ഏതൊക്കെ ഡാറ്റാസ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടണം എന്നുള്ള രീതിയിലേക്ക് ഒരു ധാരണ നമുക്ക് കിട്ടും. അതിപ്പോൾ നിലവിലുള്ള ഒരു ലിറ്ററേച്ചർ വർക്ക് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന റിപ്പോർട്ടായാലും അത് എന്തായാലും റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് നമ്മളത് ഗോ ത്രൂ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഉൾവെളിച്ചം അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ക്ലിയർ? തേർഡ് വൺ, സോഴ്സസ് ഓഫ് ദ ഇൻഫോർമേഷൻ ടു ബി യൂട്ടിലൈസ്ഡ്. Sources of the information to be utilized. The type of study depends upon the sources of information. There are three sources of data, namely documentary sources of both official and unofficial nature, personal sources and library sources. The documentary sources of information include published and unpublished documents, reports, statistics, manuscripts, letters, etc. Documentary sources may be primary or secondary. The primary sources are the sources from which the researcher collects information first hand. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് നമ്മൾ ആദ്യം പ്രോബ്ലം എന്താണെന്നുള്ളത് സെലക്ട് ചെയ്തു, രണ്ടാമത്തത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിലവിലുള്ള എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ വർക്കോ ലിറ്ററേച്ചറായിട്ടുള്ള കുറച്ച് നോട്ട്സോ റിപ്പോർട്ട്സോ കാര്യങ്ങളുണ്ടാവും, നമ്മൾ അതിലൂടെ ഗോ ത്രൂ ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടി. അതിനുശേഷം നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ആ ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഉറവിടം നോക്കി. അത് എങ്ങനെയൊക്കെ ആയിരിക്കാം, നമുക്ക് കുറേ ഇൻഫോർമേഷൻസ് എങ്ങനെയൊക്കെ കിട്ടാം. മെയിനായിട്ട് ഇവിടെ 3 സോഴ്സസാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് ഡോക്യുമെൻ്ററി സോഴ്സസ്. ഡോക്യുമെൻ്ററി സോഴ്സസിൽ ഒന്ന് ഒഫീഷ്യലും ഉണ്ട് അൺഒഫീഷ്യലും ഉണ്ട്. അതായത് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡാറ്റാസ് നമ്മുടെ കയ്യിലുണ്ടാവും, അതേപോലെ അൺഒഫീഷ്യൽസ് നേച്ചർ, അതൊക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് നോക്കാം. പിന്നെ പറയുന്നത് പേഴ്സണൽ സോഴ്സസ് ആണ്. പിന്നെ രണ്ടാമത് പറയുന്നത് പേഴ്സണൽ സോഴ്സസ് ആണ്. പിന്നെ ഇത് ലൈബ്രറി സോഴ്സസും.
ഡോക്യുമെൻ്ററി സോഴ്സസിൽ നമുക്ക് ഇൻഫോർമേഷൻസ് എങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞാൽ പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്സ്, റിപ്പോർട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാനുസ്ക്രിപ്റ്റ്സ്, ലെറ്റേഴ്സ് എക്സെട്ര. ഡോക്യുമെൻ്ററി സോഴ്സസ് നമുക്ക് ഇൻഫോർമേഷൻസ് എങ്ങനെയൊക്കെ കിട്ടാം അതിൽ പറയുന്നുണ്ട് പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് ഡോക്യുമെൻറ്റ്സ്, പബ്ലിഷ് ചെയ്തതും ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്യാത്ത ഡോക്യുമെൻറ്റ്സും നമുക്ക് ഗോ ത്രൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് നോക്കി മനസ്സിലാക്കാം. ചിലപ്പോൾ അത് ഡോക്യുമെൻറ്റ്സിൽ പറയുന്ന റിപ്പോർട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റിപ്പോർട്ട്സ്, മാനുസ്ക്രിപ്റ്റ്സ് ആയിരിക്കും, മുമ്പ് കാലത്തൊക്കെ എഴുതി താളിയോലയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കുറേ ഡാറ്റാസ് ശേഖരങ്ങളൊക്കെ ആയിരിക്കും, ഇൻഫർമേഷൻസിനെ കുറിച്ചൊക്കെ അങ്ങനത്തെ ആവാം, ചിലപ്പോൾ ലെറ്റേഴ്സ് ആവാം, അങ്ങനത്തെ പല രീതിയിലുമുള്ള ഡാറ്റാസൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. റെഡി. പിന്നെയോ ഡോക്യുമെൻ്ററി സോഴ്സസ് മേ ബി ചിലപ്പോൾ എങ്ങനത്തെ ആവാം ഡോക്യുമെൻ്ററി സോഴ്സ് എന്ന് പറയുന്നത്, പ്രൈമറി ഓർ സെക്കൻഡറി, പ്രൈമറി ആവാം അല്ലെങ്കിൽ സെക്കൻഡറി ആവാം. പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചർ തന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തതാവാം, അത് പ്രൈമറി സോഴ്സ്. അപ്പോൾ സെക്കൻഡറി സോഴ്സസ് എന്തായിരിക്കാം, വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടി വേറെ ആരെങ്കിലും പോയി കളക്ട് ചെയ്ത് വെച്ചതിൻ്റെ ഡാറ്റാസ് ആയിരിക്കാം. ഓക്കെ, അങ്ങനത്തെ ഡാറ്റാസ് വെച്ച് നമുക്ക് ഈ പറയുന്ന കുറേ ഇൻഫോർമേഷൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ്, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഡാറ്റാസ് വേണ്ടത്, ഇൻഫോർമേഷൻസ് വേണ്ടത്, അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യും. അത് ഡോക്യുമെൻ്ററി സോഴ്സസ്, അത് ഒഫീഷ്യലും ആവാം, അൺഒഫീഷ്യൽ ആവാം, പേഴ്സണൽ സോഴ്സസ് ആവാം, അതേപോലെ ലൈബ്രറി സോഴ്സസും ആവാം. ഓക്കെ, അത് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ ഫോർത്ത് പോയിന്റ്, നേച്ചർ ഓഫ് സ്റ്റഡി. Fourth one, nature of study. The next step in research study is to ascertain the nature of study. He wants to ascertain whether the study is a statistical study or a comparative study or experimental study or a combination of all. പിന്നെ പറയുന്നത് നമ്മൾ പഠനം ചെയ്യുന്നത് അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടായിരിക്കും, അത് എങ്ങനെയായിരിക്കാം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് ഒരു റിസർച്ചർ തോന്നുകയാണ് വാണ്ട് ടു അസർടൈൻ വെദർ ദ സ്റ്റഡി സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി, നമുക്കിപ്പോൾ റിസർച്ച് ചെയ്യേണ്ടത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയാണോ നടത്തേണ്ടത്, അല്ല കമ്പാരിറ്റീവ് സ്റ്റഡിയാണോ, അതല്ല നമുക്ക് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി നടത്തിയാൽ മതിയോ, ഏതാണ് യൂസ്ഫുൾ ആവുക, കുറച്ചും കൂടി നമുക്ക് റിസൾട്ട് അത്രത്തോളം പുതിയൊരു നോളേജ് അതിലേക്ക് കിട്ടാൻ സാധിക്കുന്നത് ഏത് മെത്തേഡിലൂടെ ആയിരിക്കും, ഏത് പഠനത്തിലൂടെ ആയിരിക്കാം, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ് ആവാം, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡീസ് ആവാം, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് ആവാം, അതല്ലെങ്കിൽ ഈ പറയുന്നതിന് എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പഠനം ചെയ്യുന്നതിൻ്റെ സ്വഭാവം അല്ലെ നേച്ചർ ഓഫ് സ്റ്റഡീസും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. എന്നിട്ടാണ് നമ്മൾ അത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറയുന്ന നാലാമത്തെ പോയിന്റിലേക്ക് എത്താൻ. ഏത് വേ ഓഫ് സ്റ്റഡിയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിലേക്ക് പോവേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി. Objectives of study. The researcher should state the objectives of the study in clear terms. The objective of study differs from the nature of studies and goal to be achieved. It may be to gather descriptive data or explanatory data or data from which theoretical concept should be inferred, etc. In certain time, the researcher is required to formulate and test hypothesis. പിന്നെ അഞ്ചാമത്തെ സ്റ്റെപ്പ്, നമ്മളിപ്പോൾ ഏത് പഠനം ഏത് രീതിയിലൂടെയാണ് അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ആ പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ടും വ്യക്തമായും നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഈ പഠനം ചെയ്ത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. ഓക്കെ, അപ്പോൾ അത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി ഡിഫർ ഫ്രം ദ നേച്ചർ ഓഫ് സ്റ്റഡീസ്. അതായത് ഒബ്ജക്റ്റീവ്സ് എല്ലാ റിസർച്ചർക്കും എല്ലാ പ്രോബ്ലത്തിനും ഒരേ ഒബ്ജക്റ്റീവ്സ് അല്ല, അതൊക്കെ അതിൻ്റെ പഠനത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഒബ്ജക്റ്റീവ്സും അതെല്ലാം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഗോള് ആ ഡിഫറൻറ്റ് ഒബ്ജക്റ്റീവ്സിനനുസരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക, ഗോള് അച്ചീവ് ചെയ്യാൻ സാധിക്കുക. It may be gathered descriptive data or explanatory data or data which from which theoretical concept should be inferred, etc. ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന ചില കേസുകൾ മേ ബി എങ്ങനെയൊക്കെ ആവാൻ ഡിസ്ക്രിപ്റ്റീവോ അല്ലെങ്കിൽ എക്സ്പ്ലാനറ്ററി ഡാറ്റാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡാറ്റ ഫ്രം വിച്ച് തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ഷുഡ് ബി ഇൻഫേർഡ്, എക്സെട്ര. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സ് ഈ പറഞ്ഞ പഠനത്തിലൂടെ നമുക്ക് തിയറട്ടിക്കൽ കോൺസെപ്റ്റിലേക്ക് നമുക്കത് ക്ലിയർ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനോ അതിൻ്റെ സ്റ്റഡി നമുക്ക് അതിന് സഹായിക്കും. അതായത് ഇങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റയിൽ മതിയോ, അല്ലെങ്കിൽ ഫുൾ എക്സ്പ്ലനേഷൻ ചെയ്ത് ഡീപ്പായിട്ട് നമ്മൾ സ്റ്റഡി നടത്തി അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഈ ഓരോരോ പഠനത്തിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ കിട്ടുന്ന ഇൻഫോർമേഷനിൽ നിന്ന് നമ്മളത് കളക്ട് ചെയ്യുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ റിസർച്ചർ എന്ത് ചെയ്യുന്നതാണ്, അവർക്ക് ഈ പറയുന്ന
ഒരു അവസാനം ഒരു റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫുൾ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് അതെല്ലാം കുറേ വേരിയബിൾസ് ഉണ്ടാവാം. ആ വേരിയബിൾസ് എല്ലാം ശരിയാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പല ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഈ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിലാക്കി നമ്മളത് റെഡിയാക്കി വെക്കും. അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിൻറ്റ്സ്, അതായത് റിസർച്ച് ഡിസൈൻ്റെ സ്റ്റേജസ് ആണ് പറഞ്ഞത്. ഇനി പ്രോസസ്സ് ചോദിച്ചാലും സ്റ്റെപ്സ് ചോദിച്ചാലും സെയിം ആണ് ആൻസർ. ഫസ്റ്റ് സെലക്ഷൻ ഓഫ് എ പ്രോബ്ലം എന്താണെന്ന് സെലക്ഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിലവിലുള്ള ലിറ്ററേച്ചർ വർക്ക് കാര്യങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്തു. പിന്നീട് നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഇൻഫോർമേഷൻ കിട്ടുക, സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ അത് യൂട്ടിലൈസ് ചെയ്തു. പിന്നെ അതിൻ്റെ സ്വഭാവം, നേച്ചർ ഓഫ് ദ സ്റ്റഡി, പിന്നെ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി. ക്ലിയർ? The next is geographical area to be covered. The physical boundaries of the area to be covered for study should be specifically mentioned in the research design. Research designൽ നമ്മൾ കറക്റ്റായിട്ട് അവിടെ മെൻഷൻ ചെയ്യാം. ജോഗ്രഫിക്കൽ ഏരിയ, ഏത് ഏരിയയിലാണ് നമ്മൾ കറക്റ്റായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പോകേണ്ടത്, നമ്മൾ ഏത് ഏരിയയിലാണ് പഠനം ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയ നമുക്ക് മൊത്തം കവർ ചെയ്യാം, അങ്ങനെ ഏത് ഏരിയയിൽ കവർ ചെയ്താലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു നോളേജിലേക്ക് എത്തുക, നമ്മൾ ഉദ്ദേശിച്ച പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും, ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോയാൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ശരിയാവുമോ? ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻ്റ് ആകുന്ന ഏതെങ്കിലും ഒരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഹൈവേൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ ടേണിങ്ങിൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലും എപ്പോഴും മിക്കവാറും ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലമാണ്. നമ്മളോട് ആ റിസർച്ചർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ആക്സിഡൻറ്റ് എങ്ങനെ സംഭവിക്കുന്നു, അവിടെ എന്താണ് പ്രശ്നം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് ഇല്ലാത്ത സ്ഥലത്തിൽ പോയിട്ട് നമ്മൾ പോയിട്ട് റിസർച്ച് ചെയ്യുക, അവിടത്തുള്ള ആൾക്കാരുടെ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. അതാണ് പറയുന്നത്, ഏത് ഏരിയയിലാണ് നമുക്ക് വേണ്ടത്, നമുക്ക് ഡാറ്റാസ് കറക്റ്റായിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കുക, നമുക്ക് യൂസ്ഫുൾ ഏതിലാണ്, പഠനത്തിന് നമ്മൾ ഏത് സ്ഥലത്ത് പോയിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്താലാണ് നമുക്ക് യഥാർത്ഥമായിട്ടുമുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടുക എന്നുള്ളൊരു ഏരിയ, ജോഗ്രഫിക്കൽ ഏരിയ, സ്ഥലം വ്യക്തമായും ആ റിസർച്ച് ഡിസൈനിൽ മെൻഷൻ ചെയ്തിരിക്കണം. അത് 6ാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി 7ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ എന്താണ്, സോഷ്യോ കൾച്ചറൽ കണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റഡി. If the problem is related with human beings, then the socio-cultural pattern of the people is to be ascertained. ഇനി നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീങ്സ് ആണെങ്കിൽ then the socio-cultural patterns of the people is to be ascertained. പിന്നെ നമ്മളിത് കൺസിഡർ ചെയ്യേണ്ടത് സോഷ്യോ കൾച്ചറൽ പാറ്റേൺ, നമ്മൾ പാറ്റേൺ ഓഫ് എന്ത് ചെയ്യണം, സോഷ്യോ കൾച്ചറൽ പാറ്റേൺ ഓഫ് പീപ്പിൾ ഈസ് ടു ബി അസെർട്ടൈൻ. നമ്മൾ അങ്ങനെയുള്ള, അതായത് ജനങ്ങളുമായിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ കൾച്ചർ, പല ജനങ്ങൾക്കും എന്താ പറയുക കൾച്ചർ, എല്ലാ ആൾക്കാർക്കും ഒരേ കൾച്ചർ, ഒരേ ബിഹേവിയർ, ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഏതുമായിട്ടാണോ കണക്ട് ചെയ്ത് വരുന്നത് ആ ഏരിയയിലേക്ക് ആ ആൾക്കാരുമായിട്ട് നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ദ നെക്സ്റ്റ് പീരീഡ് ഓഫ് സ്റ്റഡി. The period of study or time dimension of study is to be ascertained in the case of historical studies. It will help to explore the problem easily. പിന്നെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ മെയിൻ കൺസിഡർ ചെയ്യുന്നതാണ് നമ്മുടെ സമയം, എത്ര സമയത്തിനുള്ളിൽ, എത്ര കാലത്തിനുള്ളിൽ പീരീഡ് ഓഫ് സ്റ്റഡി എപ്പോൾ കംപ്ലീറ്റ് ആക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്കത് അറിയണം. കാരണം നമ്മളൊരു പ്രോബ്ലം ഇന്നതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലെ നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ഇതുമായി റിലേറ്റഡ് ആയിട്ട് വേറെ ആരെങ്കിലും റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ആൻസർ എത്ര കാലയളവിൽ കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ ആൻസർ ഉത്തരത്തിലേക്ക് കിട്ടിയിരിക്കുന്ന, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്ന, റിപ്പോർട്ട് എപ്പോൾ സബ്മിറ്റ് ചെയ്തു എന്ന് നമുക്കൊരു ധാരണയുണ്ടാവും. അല്ലാതെ നമുക്ക് ഇന്നൊരു റിസർച്ചിൻ്റെ ഒരു പ്രോബ്ലം തന്നു നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. റിസർച്ചർക്ക് ഒരിക്കലും ഒരൊറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് എഴുതിയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അതിന് കുറേ ഗവേഷണങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. നമ്മുടെ പഠനത്തിന് എത്ര സമയം ആവശ്യമായിട്ട് വരും, എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു റിസർച്ചാണോ വേണ്ടത്, റിപ്പോർട്ടാണോ വേണ്ടത്, അതിനങ്ങനെ അല്ല ചുമ്മാ വെറുതെ ഒരു ഓവറോൾ കിട്ടിയാൽ മതിയോ? അപ്പോൾ രണ്ടിനും രണ്ട് രീതിയിലുള്ള സമയവും അതേപോലെ തന്നെ ചിലവും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ പീരീഡ് ഓഫ് സ്റ്റഡിയും ശ്രദ്ധിക്കണം. അതിനോടൊപ്പം തന്നെ ശരിക്കും അവിടെ എന്തും കൂടി വേണമെന്നറിയോ, ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ കോസ്റ്റും, നമ്മുടെ ഫിനാൻഷ്യൽ അതിൽ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും കൂടി കൺസിഡർ ചെയ്യേണ്ടതാണ്. The next dimension of the study. It is essential to make clear the number of cases to be studied. The limitations of the proposed study should be mentioned very clearly in the research design.
ഇവിടെ ഡയമെൻഷൻ ഓഫ് ദ സ്റ്റഡി, നമ്മൾ പഠനം നടത്തുന്നതിൻ്റെ ഒരു കറക്റ്റായ ഒരു ഡയമെൻഷൻ നമുക്ക് വ്യക്തമായി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു മേക്ക് ക്ലിയർ ദ നമ്പർ ഓഫ് കേസസ് ടു ബി സ്റ്റഡിഡ്. നമ്മളിപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻസ് കിട്ടിയ ഒരു പ്രോബ്ലം കിട്ടിയ ഈ പ്രോബ്ലത്തിൽ നിന്ന് കുറേ ഇൻഫോർമേഷൻസ് ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയി എത്ര കാലത്തിനുള്ളിലാണ് നമുക്ക് പഠനം ചെയ്യേണ്ടതെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠനത്തിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന എത്ര സാമ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര കേസസ് ആണ് നമ്മളതിന് കൺസിഡർ ചെയ്യുന്നത്. ഒരൊറ്റ സാമ്പിളോ അല്ലെങ്കിൽ ഒരൊറ്റ കേസ് കൊണ്ട് നമുക്ക് ഈ ഒരു പറയുന്നതിന് കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ സാമ്പിൾസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ പഠനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ലിമിറ്റേഷൻസ് ഉണ്ടാവും. സാമ്പിൾ കുറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഏരിയ കുറഞ്ഞാൽ, കുറച്ച് സ്ഥലത്തിലുള്ള ആൾക്കാർ മാത്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയാൽ അത് അത്രത്തോളം എന്താ പറയുക ഫുൾ സാറ്റിസ്ഫൈഡ് ആവുമോ അല്ലെങ്കിൽ അത്രത്തോളം അക്യുറേറ്റ് ആയിരിക്കുമോ? അക്യുറേറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അവർ ഉദ്ദേശിക്കുന്ന ഒരു റിസർച്ചിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് എത്രത്തോളമാണ് നല്ലതായിട്ട് വേണ്ടത്, അപ്പോൾ എത്രത്തോളമാണ് നമ്മൾ കേസസ് നമ്മൾ പഠനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ പഠനം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലിമിറ്റേഷൻസ് ആയിട്ട് വരാം, ഡീമെറിറ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ടാവും, ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റിസർച്ചിൻ്റെ വർക്ക് എന്ന് പറയുന്നത് 100% അല്ലെങ്കിൽ 95% അക്യുറേറ്റ് ആവണമെങ്കിൽ നമുക്ക് ഇത്രയുള്ള ഒരു കുറേ കേസ് സാമ്പിൾസ് വേണം. അപ്പോൾ നമ്മൾ ആ ഏരിയ കവർ ചെയ്യണത് ഏരിയയും ആ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് എന്തായിരിക്കും കുറച്ചും കൂടി കൂടുതൽ വേണം. എന്നാലാണ് അപ്പോൾ നമ്മൾ മറ്റേ റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് അവിടെ എഴുതി വെക്കണം. കാരണം നമുക്ക് റിസൾട്ട് അക്യുറേറ്റ് ആയിരിക്കണം. അതുകൊണ്ട് കളക്ട് ചെയ്യേണ്ട ഡാറ്റാസ് കുറച്ചും കൂടി കൂടുതലാണ്. ഡയമെൻഷൻ ഓഫ് ദി സ്റ്റഡീസ് നമുക്ക് കുറച്ചും കൂടി അതെന്താവും ലെങ്ത്ത് കൂട്ടും. അല്ലെങ്കിൽ ആ പറയുന്ന കേസസ് നമ്പർ ഓഫ് കേസസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ആക്കുന്നു. എന്നാലാണ് നമുക്ക് ആ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുക. അപ്പോൾ അതും കൂടി റിസർച്ച് ഡിസൈനിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. The next is basis for selecting the data. The basis of data selection depends upon time and cost factors, especially in social research. It is more economical and efficient if study is done on the basis of sample rather than universe. But the selected sample must be the representative of the universe. The size of the sample does not give any guarantee to its representativeness of the universe. In general, small samples which are selected scientifically, it is more reliable than large samples. ഇവിടെ നമ്മളിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഡാറ്റ ഏതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കണം, ബേസിസ് ഫോർ സെലക്ടിങ് ദ ഡാറ്റ എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ കിട്ടേണ്ട ഇൻഫോർമേഷൻ അത്രത്തോളം അക്യുറേറ്റ് ആണോ, അല്ലെങ്കിൽ എത്രത്തോളം അക്യുറേറ്റ് ആവണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത്, റിസൾട്ട് എത്രത്തോളമാണ് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു ഫുൾ പോപ്പുലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസർച്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ അതിനൊരു റെപ്രസെൻറ്റേറ്റീവ് എടുക്കും അല്ലേ, ഒരു സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ഒരു യൂണിവേഴ്സിനെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് റെപ്രസെൻറ്റേറ്റീവിനെ എടുക്കുന്നു. ജസ്റ്റ് ലൈക്ക് സാമ്പിൾ പോലെ നമ്മൾ കുറച്ച് പേരെ എടുക്കുന്നു. ആ പറയുന്ന സാമ്പിൾസ് നമുക്ക് പറയുന്ന കറക്റ്റ് ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഏരിയയിൽ, ഇപ്പോൾ കേരളത്തിലാണ് കേരള സംസ്ഥാനത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ജില്ലയിൽ മാത്രം നമ്മൾ പോയിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കേരളം മൊത്തം ഇങ്ങനെയാണ് എന്ന് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. ഇതുകൊണ്ടാണ് കേരളത്തിൽ ഈ പ്രശ്നം സംഭവിച്ചത് എന്ന് നമുക്ക് ഒരു ജില്ലയിൽ നിന്ന് മാത്രം റിസർച്ച് അല്ലെങ്കിൽ പോപ്പുലേഷനിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടിയിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. അതൊക്കെ നമുക്ക് എന്തായിരിക്കും, അത് നമുക്ക് അവിടെ ഒരു ഗ്യാരണ്ടി നമുക്ക് അവിടെ നൽകാൻ സാധിക്കില്ല. അത് എന്നാൽ പിന്നെ കേരളത്തിനെക്കുറിച്ച് നമ്മൾ ഒരു പ്രശ്നം സംസാരിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്ന് നമ്മൾ ഫുൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം നമുക്ക് പിന്നെ അതിൽ നിന്ന് നമുക്കൊരു ജനറലൈസേഷനിലെങ്കിലും എത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ആ ഒരു കാറ്റഗറീസിലേക്ക് എത്തണം. അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡാറ്റയുടെ ബേസിലിരിക്കും. ഓക്കെ, ബേസിസ് ഫോർ സെലക്ടിങ് ദ ഡാറ്റ. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെക്നിക് ഓഫ് സ്റ്റഡി. Necessary data are to be collected for study. A suitable technique is to be decided for collecting data. The technique may be observation, interview, schedules, and questionnaire, or the combination of all. The technique of study normally depends upon the nature of study. അതായത് നമ്മൾ പഠനം ചെയ്യുന്നുണ്ടല്ലോ, റിസർച്ച് ചെയ്യുന്നുണ്ടല്ലോ, അത് ഏത് മെത്തേഡിൽ നമ്മൾ എന്താ പറയുക സ്റ്റഡി ചെയ്യണം, പഠനം ചെയ്യണം.
ഒന്നില്ലെങ്കിൽ നമ്മളത് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ടെക്നിക്ക് നമ്മൾ കുറേ യൂസ് ചെയ്യും. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ ആ ടെക്നിക്ക് നമുക്ക് ഒബ്സർവേഷൻ ആയിരിക്കും. ആ റിസർച്ചർ തന്നെ നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആവാം, അല്ലെങ്കിൽ ഷെഡ്യൂൾസ്, ക്വസ്റ്റ്യനെയർ ആയിരിക്കാം. അതല്ലെങ്കിൽ ഈ പറയുന്ന മൂന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ ടെക്നിക്സും നമ്മൾ യൂസ് ചെയ്തിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യാം. എന്നിട്ട് അതൊക്കെ എങ്ങനെയാണ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സ്റ്റഡി. നമ്മൾ ഓരോ പഠനം ചെയ്യുന്നതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും നമ്മൾ ഈ പറയുന്ന ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യാൻ. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം, ഒരു ടെക്നിക്ക് മാത്രം മതി. ചില കേസുകളിൽ 3 ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ഓരോരോ സ്റ്റേജസുകളിൽ. ഓക്കെ, അപ്പം നമ്മുടെ പഠനത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് ടെക്നിക്കുകൾ മാറ്റാം, അല്ലെങ്കിൽ കുറേ കോമ്പിനേഷൻ ഓഫ് ടെക്നിക്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഒബ്സർവേഷൻ ആവാം, ഇൻ്റർവ്യൂ ആവാം, ഷെഡ്യൂൾസ് ആവാം, ക്വസ്റ്റ്യനെയർ ആവാം, അല്ലെങ്കിൽ ഈ പറയുന്നത് എല്ലാം കൂടി നമുക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മൾ അവിടെയും ആ പറഞ്ഞ ടെക്നിക്സ് ഓഫ് സ്റ്റഡി, അപ്പോൾ റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ആ ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്ന പ്രോബ്ലം എന്താണോ അതിനനുസരിച്ച് റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ അതും കൂടി മെൻഷൻ ചെയ്യും. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ ഈസ് the control of error. It is applied in experimental studies. In the laboratory, it is usually possible to control all variables or source of error. The experimentation should consider the variables which are operating in a given situation. പിന്നെ നമുക്ക് ഈ പറയുന്ന എററിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. എററിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസാണ്. നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ എറേഴ്സുകൾ വരുമ്പോൾ അതൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, അതായത് ഡിഫറെൻറ്റ് വേരിയബിൾസ് ആയിരിക്കാം. ആ ഡിഫറെൻറ്റ് വേരിയബിൾസ് ആകുമ്പോൾ നമ്മൾ വേറൊരു ഏതെങ്കിലും ഡിഫറെൻറ്റ് വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷൻസ് കിട്ടുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന സമയം വേസ്റ്റ് ആക്കണ്ട എന്ന് കരുതി, അല്ലെങ്കിൽ എടുക്കുന്ന ഡാറ്റ ചിലപ്പോൾ തെറ്റാവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ വേരിയബിൾസ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പറയുന്ന കുറേ കാര്യങ്ങൾക്ക് എറേഴ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്നു. എറേഴ്സിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ എക്സ്പെരിമെൻറ്റേഷൻ നമ്മൾ ചെയ്തതിന് ശേഷം ഏത് വേരിയബിളാണ് പക്ക സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളത് ഓപ്പറേറ്റ് ചെയ്യുകയും നടപ്പിലാക്കുകയുമാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് സ്റ്റെപ്പായിട്ട് നല്ല കറക്റ്റായിട്ടുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ആ പറയുന്ന എറേഴ്സിൻ്റെ ലെവൽ എന്താകും, നമുക്ക് റെഡ്യൂസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിസർച്ച് ഡിസൈനിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. കാരണം ഒരു റിസർച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ബെനിഫിറ്റ്, നമ്മുടെ ടൈം, എനർജി, മണി ഒന്നും വേസ്റ്റ് ആവില്ല, എല്ലാം പ്രോപ്പറായിട്ട് നിൽക്കും. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ടൈം വേസ്റ്റ് ആവും, എനർജി വേസ്റ്റ് ആവും, മണി വേസ്റ്റ് ആവും, ഇല്ലേ? ഇത് പക്കാ പ്ലാനിങ് ആണ്, ഓരോ സ്റ്റെപ്സും ഉണ്ട്. അപ്പോൾ അത് ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ കാരണം അല്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് ശേഖരിക്കണം, എവിടെ നിന്ന് കളക്ട് ചെയ്യണം, ഏത് സമയത്ത് പോകണം എന്നുള്ളവരെ റിസർച്ചർക്ക് ഈ പറയുന്ന റിസർച്ചിൻ്റെ ഡിസൈൻ കറക്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ റിസർച്ചർക്ക് നല്ലൊരു കോൺഫിഡൻസ് വരും. കാരണം ഇത് ചെയ്യാൻ പറ്റും, പക്കാ പ്ലാനിങ് ആണ്, എവിടെയും മിസ്റ്റേക്ക് വരില്ല എന്നുള്ളൊരു കാര്യങ്ങളും കൂടി റിസർച്ചർക്ക് ഗുണമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് പീരീഡ് ഓഫ് ടൈം അറിയാൻ പറ്റും, എപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ റിസർച്ചർക്ക് അറിയാനും സാധിക്കുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന അത്രത്തോളം ബെനിഫിറ്റ് ഉള്ള കാര്യം. അത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠനം ചെയ്യുകയും ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന ഒരു റിസർച്ചറിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഒരു റിസർച്ചിനെ സംബന്ധിച്ചിട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുമുള്ള ഒരു കാര്യം തന്നെ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയുമാണ് സ്റ്റേജസ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വരാം. താങ്ക് യു. സീ ദ നെക്സ്റ്റ് ക്ലാസ്.